നമസ്കാരം. മൂന്നാമതും പിണറായി സർക്കാർ വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് LDF. അതിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് തോന്നുകയാണ് അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങൾ കാണുമ്പോൾ. ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി കോഴിക്കോട്ടെ പ്രമുഖ CPM നേതാവ്, കോഴിക്കോട്ടുകാരുടെ സ്വന്തം പ്രദീപേട്ടൻ എന്ന് വിളിക്കുന്ന പ്രദീപ് കുമാർ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KK രാഗേഷ് എന്ന് പറയുന്ന മുൻ പ്രൈവറ്റ് സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് CPMൻ്റെ. അദ്ദേഹം മാറിയ ഒഴിവിലേക്കാണ് പ്രദീപ് കുമാർ എത്തുന്നത്. മാത്രമല്ല, ഈ പ്രദീപ് കുമാറിൻ്റെ പേര് ആ രീതിയിൽ എവിടെയും ഉയർന്നു കേട്ടിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രദീപ് കുമാറിനെ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. 21-ാം തീയതി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഔദ്യോഗികമായി ഏറ്റെടുക്കും. തനിക്ക് ലഭിച്ചത് വലിയൊരു ഉത്തരവാദിത്തമാണെന്നും ആ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ചെയ്തു തീർക്കുമെന്നും പ്രദീപ് കുമാർ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പ്രദീപ് കുമാറിനെ കുറിച്ച് നമുക്കറിയാം, ഒരു ജനകീയനായ CPM നേതാവാണ്. പൊതുവിൽ ഇപ്പോൾ പലരും വിമർശിക്കുന്ന ചില നേതാക്കളുണ്ട്. വലിയ തലക്കനത്തോടെ അല്ലെങ്കിൽ ജനങ്ങളെ പുച്ഛിച്ചുകൊണ്ട് നോക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നേതാക്കളുണ്ട്. പല പാർട്ടികളിലുമുണ്ട്, CPMലുണ്ട്. അത്തരത്തിലുള്ള നേതാക്കൾക്കിടയിൽ നിന്നും വ്യത്യസ്തനായ ഒരു നേതാവാണ് പ്രദീപ് കുമാർ. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പല പ്രമുഖരെയും തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം കോഴിക്കോട്ടുകാരുടെ സ്വന്തം പ്രദീപേട്ടനായി മാറിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, MLA ആയതിനു ശേഷം കോഴിക്കോട് നോർത്ത് വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നടക്കാവ് ഗവൺമെൻറ് സ്കൂളിൽ അദ്ദേഹം നടത്തിയ വിപ്ലവകരമായ ഒരു മാറ്റം. ആ ഒരു ഗവൺമെൻറ് സ്കൂളിനെ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ആ സ്കൂളിൻ്റെ അന്തരീക്ഷം ആകെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ലെവലിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാവിധ ആധുനികമായ സൗകര്യങ്ങളോടുകൂടി ഒരു ഗവൺമെൻറ് സ്കൂൾ മാറിയത് നമ്മൾ പിന്നീട് കണ്ടതാണ്. അദ്ദേഹം MLA എന്ന നിലയിൽ എടുത്ത ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു, ഏറ്റവും വികസന പദ്ധതിയായിരുന്നു അത്. പിന്നീട് അത്തരത്തിലുള്ള പദ്ധതികൾ മറ്റു പല സ്കൂളുകളിലേക്കും കിഫ്ബി മുഖേന പിണറായി സർക്കാർ എത്തിക്കുന്നതും നമ്മൾ കണ്ടു. അത്തരത്തിൽ പലതരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരു MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞതാണ്. മാത്രമല്ല, പൊതുവിൽ എല്ലാവരോടും ജനകീയമായി ഇടപെടുന്ന ആളാണ്. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ വിദ്വേഷമൊന്നും ആർക്കും തോന്നാത്ത തരത്തിൽ എല്ലാവരോടും പ്രതികരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന് പ്രദീപ് കുമാർ പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തെ പ്രൈവറ്റ് സെക്രട്ടറിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമാവുകയാണ്. കാരണം ഇനി വരുന്ന ഒരു വർഷത്തോളം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ്. കൃത്യമായും ജനങ്ങളുമായി സംവദിക്കുകയും അവർക്കിടയിൽ സർക്കാർ നടത്തിയ വികസന പദ്ധതികൾ എത്തിക്കാനുമുള്ള തിടുക്കത്തിലായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക. അതിനൊരു മുതൽക്കൂട്ട് എന്ന നിലയിലാണ് ഇപ്പോൾ പ്രദീപ് കുമാർ പ്രൈവറ്റ് സെക്രട്ടറിയായി എത്തിയിരിക്കുന്നത്.